ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സാങ്കേതിക രംഗം ഇന്ത്യ. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ഇത് വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് എല്ലാവരും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് ഇതിൽ നിന്നും മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ നോക്കാം. 5G അഞ്ചാം തലമുറ 5G സേവനങ്ങൾക്ക് ഇന്ത്യയിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 2022 ഒക്ടോബർ 1. രാജ്യത്ത് 5G സേവനങ്ങൾ ആരംഭിച്ച ആദ്യ കമ്പനി ഭാരതി എയർടെൽ. കേരളത്തിൽ 5G ആദ്യമായി സേവനം ആരംഭിച്ച പ്രദേശങ്ങൾ കൊച്ചി, ഗുരുവായൂർ. ഉദ്ഘാടനം 2022 ഡിസംബർ 20. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. കേരളത്തിൽ 5G സേവനം ആദ്യമായി ലഭ്യമാക്കിയത് റിലയൻസ് ജിയോ. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ സ്ഥാപിതമായത് ന്യൂഡൽഹി. ആമസോൺ ഇന്ത്യയിൽ സോളാർ എനർജി പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. വിമാനത്താവളങ്ങളിൽ കടലാസുരഹിത യാത്രയ്ക്കായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഡിജി യാത്ര. സ്വതന്ത്ര സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണവും PhDയും നടത്തുന്ന ഇന്ത്യയിലെ ഏക ഗവേഷണ കേന്ദ്രം IC4. രാജ്യത്തെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ ഫാക്ടറി നിലവിൽ വരുന്നത് ഹോസൂർ, തമിഴ്നാട്. രാജ്യത്തെ ആദ്യ ഗോൾഡ് ATM കൗണ്ടർ നിലവിൽ വന്നത് ബീഗംപേട്ട്, ഹൈദരാബാദ്. രാജ്യത്ത് എവിടെ നിന്നും സ്വന്തം നിയോജക മണ്ഡലത്തിലെ സമ്മതിദാനം വിനിയോഗിക്കാൻ നിലവിൽ വരുന്ന സംവിധാനം റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. രാജ്യത്തെ ആദ്യ സോളാർ കാർ ഇവ. ഇന്ത്യയിലെ ആദ്യ ഡിസ്പ്ലേ ഫാബ്രിക്കേഷൻ യൂണിറ്റ് നിലവിൽ വന്നത് തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് ടെക്നോളജി പാർക്ക് ബംഗളൂരു. ഗോലോക് 2 ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ഭൂട്ടാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലനിരപ്പിലെ സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് രാമകുണ്ടം, തെലങ്കാന. രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് ഇന്നവേഷൻ സിറ്റി സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ലഡാക്ക്. ലോകത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എക്സിബിഷൻ ഏതു നഗരത്തിലാണ് നടന്നത്? ബാംഗ്ലൂർ. പേസ് മേക്കർ കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നായ ഖുഷി. ഇന്ത്യയിലെ ആദ്യ സൗരോർജത്തിൽ അധിഷ്ഠിതമായ ഇന്റിഗ്രേറ്റഡ് മൾട്ടി വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശ്. 11ാമത് വേൾഡ് പെട്രോകോൾ കോൺഗ്രസിന്റെ വേദിയായ നഗരം ന്യൂഡൽഹി. രാജ്യത്തെ ആദ്യ ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയുടെ ആദ്യ ഡ്രൈവർലെസ് മെട്രോ കാർ പുറത്തിറങ്ങിയ നഗരം ബാംഗ്ലൂർ. സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാരോസ്. ആഴക്കടൽ പര്യവേഷണത്തിനായി മനുഷ്യനെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ. ISROയുമായി സഹകരിച്ച് ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി അംഗങ്ങൾ ആഴക്കടൽ പര്യവേഷണം നടത്താൻ തയ്യാറെടുക്കുന്ന സമുദ്രയാൻ പദ്ധതിയുടെ ദൗത്യവാഹനം മത്സ്യ 6000. ഇന്ത്യയുടെ പ്രധാന ഫോർവേഡ് ബേസായ നിമു ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു? ലഡാക്ക്. 2021 ജൂലൈയിൽ ഇലക്ട്രിക് ബൈക്ക് ടാക്സി സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കാറ്റിൽ ജിയോമിക് ചിപ്പ് ഇൻഡിഗോ. രാജ്യത്ത് ആദ്യമായി സൈന്യത്തിനു വേണ്ടി വിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനി ടാറ്റ ഗ്രൂപ്പ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത കമ്പനി ടാറ്റ സ്റ്റീൽ. സ്ഥലം ജംഷഡ്പൂർ. പ്രമുഖ ഇന്ത്യൻ വ്യവസായിയായ രാജേഷ് ജുൻജുൻവാല ആരംഭിച്ച അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻസ് സർവീസ് ആകാശ് എയർ.
2021 ഒക്ടോബറിൽ പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യ സ്വന്തമാക്കിയ സ്വകാര്യ വിമാന കമ്പനി ടാറ്റ സൺസ് ഇന്ത്യയിൽ ഗവേഷണ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 2021 ജൂലൈ CBSE 3, 5, 8 ക്ലാസുകളിൽ പഠന നിലവാരം വിലയിരുത്താൻ ആരംഭിച്ച പുതിയ മൂല്യനിർണ്ണയ സംവിധാനം സഫൽ. ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ബ്രയം ഭാരതീയൻ സിസ്. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനായി ഡൽഹി ഗവൺമെന്റ് നടത്തുന്ന ക്യാമ്പയിൻ സ്വിച്ച് ഡൽഹി. 6ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശുദ്ധമായ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനുള്ള ദേശീയ പരിപാടി വിദ്യാർത്ഥി വിജ്ഞാൻ മന്ദൻ. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് UNDP-യോടൊപ്പം സഹകരിക്കുന്ന രാജ്യം ജപ്പാൻ. ഗൂഗിൾ നിക്ഷേപം നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ടെലികോം കമ്പനി എയർടെൽ. 2022 മെയ്യിൽ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിലെ IIT-യിൽ കമ്മീഷൻ ചെയ്ത അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടർ പരം അനന്ത 2022 ഡിജിറ്റൽ ഇന്ത്യ വാരാചരണം ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഗാന്ധിനഗർ, ഗുജറാത്ത്. നോർവേക്കു വേണ്ടി കൊച്ചിൻ കപ്പൽശാല നിർമ്മിച്ച വൈദ്യുത കപ്പലുകൾ മാരീസ്, തെരേസ. നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷന് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത് 2021 ഫെബ്രുവരി 23. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഇലക്ട്രോണിക്കൽ ഫോട്ടോ കാർഡ് എപിക്. ഇന്ത്യയിൽ ആദ്യമായി 5G കോൾ വിജയകരമായി പരീക്ഷിച്ചത് അശ്വിനി വൈഷ്ണവ്. ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയർ ആയ പെഗാസസിന്റെ അനധികൃത ഹാക്കിംഗ്, ഫോൺ ചോർത്തൽ, നിരീക്ഷണം എന്നിവയെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ സ്മാർട്ട് ഫോൺ അധിഷ്ഠിത വോട്ടിംഗ് സൊല്യൂഷൻ വികസിപ്പിച്ച സംസ്ഥാനം തെലങ്കാന. അടുത്തിടെ രാജീവ് ഗാന്ധിയുടെ പേരിൽ IT പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായി കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഡാറ്റ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. വേദാന്ത ഗ്രൂപ്പും തായ്വാനിലെ ഫോക്സ്കോണും സംയുക്തമായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ഇലക്ട്രോണിക് അർദ്ധചാലക ചിപ്പ് ഡിസ്പ്ലേ ഫാക്ടറി ആരംഭിക്കുന്നത് ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക കേന്ദ്രമായി മാറിയത് ബാംഗ്ലൂർ. ഗ്രാമീണരായ ദശലക്ഷം ഇന്ത്യൻ വനിതകളിൽ സംരംഭകത്വം വളർത്താൻ ലക്ഷ്യമിടുന്ന പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ട IT സ്ഥാപനം ഗൂഗിൾ. 200-ലധികം എഞ്ചിനീയർമാരും തൊഴിലാളികളും ചേർന്ന് ഏത് ആഗോള ടെക് കമ്പനിയിലാണ് ആദ്യമായി തൊഴിലാളി യൂണിയൻ സ്ഥാപിച്ചത്? ഗൂഗിൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത വെബ്സൈറ്റും മൊബൈൽ ആപ്പും ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്ത വ്യക്തി ജോൺ വിക്ക്. 2021 ജൂലൈയിൽ ഗൂഗിളുമായി സഹകരിച്ച് റിയൽ ടൈം ബസ് ട്രാക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഡൽഹി. പൂർണ്ണമായും കടലാസുരഹിത ക്യാബിനറ്റ് യോഗം കൂടിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം മെച്ചപ്പെടുത്തുന്നതിനായി ഏത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായാണ് നീതി ആയോഗ് സഹകരിച്ചത്? ഫ്ലിപ്കാർട്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാങ്കേതിക രംഗം കേരളം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ആദിവാസി കോളനി നിലവിൽ വരുന്ന ജില്ല വയനാട്. ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്. ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്ത് ആദ്യമായി വെച്ചൂർ പശു പിറന്നത് മാട്ടുപ്പെട്ടി. അനുമതിയില്ലാതെ പറക്കുന്ന ഡ്രോണുകൾ കണ്ടെത്താനും നിർവീര്യമാക്കാനുമുള്ള കേരള പോലീസിന്റെ ആന്റി ഡ്രോൺ മൊബൈൽ വെഹിക്കിൾ ഈഗിൾ ഐ. ഭൂകമ്പ പ്രവചനത്തിന് സഹായിക്കുന്ന കേരളത്തിലെ ആദ്യ റഡോൺ കേന്ദ്രം സ്ഥാപിച്ചത് കുസാറ്റ്, കൊച്ചി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എന്റെ ഭൂമി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 2022 ഇ-ഗവേണൻസ് അവാർഡ് ലഭിച്ചത് മലയാളം മിഷൻ. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന്റെ ഡിജിറ്റൽ വർക്ക്
ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള പ്ലാറ്റിനം അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കെ ഡിസ്ക്. മികച്ച വെബ് സൈറ്റിനുള്ള ഗോൾഡ് മെഡൽ നേടിയത് കോട്ടയം ജില്ലാ ഭരണകൂടം. ഇ-കൊമേഴ്സ് കമ്പനിയായ ആമസോണിന്റെ ഇന്ത്യയിലെ ആദ്യ ചരക്കു വിമാനം ആമസോൺ എയർ. വിവരസാങ്കേതിക വിദ്യ ജനകീയമാക്കാനുള്ള അക്ഷയ കേന്ദ്ര പദ്ധതി 2022 എത്ര വർഷങ്ങൾ പൂർത്തിയാക്കി? 20 വർഷം. സംസ്ഥാനത്തെ ആദ്യ നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം. സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷനുകളിലും നഗരങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതി കെ സ്മാർട്ട്. കേരളത്തിലെ 100 കാർഷിക ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണന പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കുന്ന ബ്രാൻഡ് കേരൾ അഗ്രോ. ബഫർ സോൺ പരിശോധനയ്ക്കായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ. കേരളത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ആക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ കെ റീപ്പ്. സൗരോർജം ഉപയോഗിച്ച് ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യ മലയാള ചലച്ചിത്രം ആര്യഭട്ട. സംവിധായകൻ പ്രതീഷ് ദീപു. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ തിരുവനന്തപുരം. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസ് കൊക്കൂൺ. ഈ ഓട്ടോ ഫീൽഡ് സർവീസുകൾ തുടങ്ങാൻ ഒരുങ്ങുന്ന മെട്രോ സർവീസ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ച വർഷം 1962. കാക്കനാട് കിൻഫ്ര ഇലക്ട്രോണിക്സ് പാർക്കിൽ ഇന്നവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത് TCS. കേരള സംസ്ഥാന സർക്കാരിനു കീഴിൽ സാംസ്കാരിക വകുപ്പ് 2022 നവംബർ മുതൽ ആരംഭിച്ച ODD പ്ലാറ്റ്ഫോം സി സ്പേസ്. വിവിധ കേസുകളിൽ പ്രതികളായി ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനായി ആരംഭിച്ച പോലീസ് ഓപ്പറേഷൻ ട്രോജൻ. 2023 നടന്ന 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ആയത് കുട്ടിക്കാനം ഇടുക്കി. 2022 നടന്ന 34ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയായത് തിരുവനന്തപുരം. 2021 ജനുവരിയിൽ നടന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിലെ വേദി തിരുവനന്തപുരം. AP അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം നിലവിൽ വരുന്നത് വിളപ്പിൽശാല തിരുവനന്തപുരം. കേരള പോലീസിന് കീഴിൽ ഡ്രോൺ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വന്നത് തിരുവനന്തപുരം. കേരളത്തിൽ നിന്നുള്ള ആദ്യ യൂണിക്കോൺ കമ്പനിയായ സ്റ്റാർട്ടപ്പ് ഓപ്പൺ ഫിനാൻഷ്യൽ ടെക്നോളജി. തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെനി ജെറോം. സംരംഭകർക്കായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കുന്ന സ്റ്റാർട്ടപ്പ് ഉച്ചകോടി ഹഡിൽ ഗ്ലോബൽ. രാജ്യത്ത് യൂണിക് തണ്ടപ്പർ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ രാജ്യം കേരളം. ഭൂസർവേ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഉപഗ്രഹ സാങ്കേതിക സംവിധാനമായ CORS ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ കലാസമൂഹത്തിന് നവമാധ്യമത്തിലൂടെ വേദിയൊരുക്കാനും സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുമായി ആരംഭിക്കുന്ന മൾട്ടിമീഡിയ സ്ട്രീമിംഗ് പദ്ധതി മഴമിഴി. കാർഡനോളിൽ നിന്ന് ഫിനോൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കരാർ ഒപ്പിട്ടത് ബാംബു കോർപ്പറേഷൻ കുസാറ്റ്. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മാണ അഭിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ ആഴം അളക്കുന്നതിനായി ഉപകരണം നിർമ്മിച്ച് നൽകിയ കേരള സർക്കാർ സ്ഥാപനം കെൽട്രോൺ. കേരള ഇന്റർനാഷണൽ സെന്റർ ഫോർ പോളർ സ്റ്റഡീസ് നിലവിൽ വരുന്നത് MG സർവകലാശാല. ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കണ്ടക്ടർ ഇലക്ട്രോ മാഗ്നറ്റ് കണ്ടുപിടുത്തത്തിൽ പങ്കുവഹിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ സിൽവസ്റ്റർ നൊറോണ. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളം.
ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി പരീക്ഷയിൽ ആരംഭിച്ചത് പത്തനംതിട്ട. കേരള സർവകലാശാല പുറത്തിറക്കിയ വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരുടെ അക്കാഡമിക് വീഡിയോകൾ ഉൾപ്പെട്ട യൂട്യൂബ് പ്ലാറ്റ്ഫോം KU പാഠശാല. വ്യാജവാർത്തകൾ, സൈബർ സുരക്ഷ, ട്രാഫിക് ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം പോലീസിനെതിരായ തെറ്റായ പ്രചരണങ്ങൾക്ക് മറുപടി നൽകുവാനുമായി കേരള പോലീസ് ആരംഭിച്ച വീഡിയോ സീരീസിലെ നായക കഥാപാത്രം കിട്ടു. ഓൺലൈനിൽ വിദ്യാഭ്യാസത്തിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയതിന് ഡിജിറ്റൽ ടെക്നോളജി സഭ 2022 ദേശീയ അവാർഡ് ലഭിച്ചത് കൈറ്റ് വിക്ടേഴ്സ്. അടുത്തിടെ സ്ത്രീധന പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചത് കേരളം. KSEBയുടെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന ഓൺലൈൻ പോർട്ടൽ കിരൺ. വിദ്യാഭ്യാസ ചാനലായ കൈറ്റ് വിക്ടേഴ്സിന്റെ നിലവിൽ വന്ന രണ്ടാമത്തെ ചാനൽ കൈറ്റ് വിക്ടേഴ്സ് പ്ലസ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയം, ആദ്യ സമ്പൂർണ്ണ ജില്ല തൃശൂർ. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി കേരള സ്റ്റേറ്റ് സിലബസിന് കീഴിലുള്ള സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച വെർച്വൽ അക്കാഡമിക് സെഷന് രണ്ടാം പതിപ്പ് ഫസ്റ്റ് ബെൽ 2.0. കേരള വാട്ടർ അതോറിറ്റി ആരംഭിച്ച പരാതി പരിഹാര സോഫ്റ്റ്വെയർ അക്വാലൂം. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്ന ജില്ല പാലക്കാട് പഴമ്പാലക്കോട്. കാലാവസ്ഥാ വ്യതിയാനം, പോഷകക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനായി പ്രത്യേക സവിശേഷതകൾ ഉള്ള 35 ഇനങ്ങൾ വികസിപ്പിച്ച സ്ഥാപനം ICAR. 2022 സർക്കാർ മേഖലയിലെ രാജ്യത്തെ മികച്ച എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ വിഭാഗത്തിനുള്ള ഡിജിറ്റൽ ടെക്നോളജി സഭ അവാർഡ് നേടിയത് ഫസ്റ്റ് ബെൽ കൈറ്റ്. അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ പൊതുജനങ്ങൾ അവസരം ഒരുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന വെബ്സൈറ്റ് ജനജാഗ്രത. 2022 ഫെബ്രുവരിയിലെ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഈ റേഷൻ കാർഡ് പൈലറ്റ് പദ്ധതി ആരംഭിച്ചത്? തിരുവനന്തപുരം. ആദ്യ വെബ് സൈറ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ 2019-22 ഗവേൺസ് പുരസ്കാരം ലഭിച്ചത് കുടുംബശ്രീ. സാങ്കേതിക രംഗം ലോകം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. സുരക്ഷാ കാരണങ്ങളാൽ സൈനികർ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി പകരം ത്രീമ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം സ്വിറ്റ്സർലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പവർ പ്ലാന്റ് നിർമ്മിക്കുന്ന രാജ്യം സൗത്ത് കൊറിയ. ടിവിയിലൂടെ രുചി തിരിച്ചറിയുന്ന ടേസ്റ്റ് ദ TV സ്മാർട്ട് TV വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. ഈ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഹോമി മിയാഷിത. റിയാക്ടറിനുള്ളിലെ ആണവ വികിരണ തോത് വർദ്ധിപ്പിച്ചതിനാൽ അടച്ചിട്ട ടൈഷാൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ച യൂറോപ്പിലെ ഏറ്റവും വലിയ സൗരോർജ പാടം ഫ്രാൻസിസ്കോ പിസാരോ. ലോകത്ത് ആദ്യമായി ഫോസിൽ ഇന്ധന രഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം സ്വീഡൻ. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാരീസ് ഉടമ്പടിയിൽ 2021 ജനുവരിയിൽ വീണ്ടും അംഗമാകാൻ തീരുമാനിച്ച രാജ്യം അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ എനർജി ഐലൻഡ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക്. 2023 28ാമത് UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി വേദിയായത് ദുബായ്. വ്യോമഗതാഗതത്തിലെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി ജെറ്റ് സീറോ പ്ലാന്റ് ആരംഭിച്ച രാജ്യം ബ്രിട്ടൻ. റഷ്യൻ നാവിക സേനയുടെ കീഴിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അന്തർവാഹിനി ബെൽഗോറോസ്. ഭീകരവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയ രാജ്യം പാകിസ്ഥാൻ. 2022 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി ബാഴ്സലോണ. 2021 ഒക്ടോബറിൽ യാത്രക്കാരെ ഉൾപ്പെടുത്തി ലോകത്തിലെ ആദ്യ ടാക്സി ബോട്ട് സർവീസ് ആരംഭിച്ച എയർബസ് കമ്പനി എയർ ഏഷ്യ. 2022 സേവനം അവസാനിപ്പിച്ച മാർപ്പാപ്പയുടെ വിദേശ യാത്രകളിലൂടെ ആഗോള പ്രശസ്തി നേടിയ ഇറ്റാലിയൻ എയർലൈൻ കമ്പനി അലിറ്റാലിയ. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ, എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ
വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.